ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഒട്ടകങ്ങളെ വളർത്തി അവയിൽ നിന്നും ആയിരക്കണക്കിന് ലിറ്റർ പാലും ഇറച്ചിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒട്ടകത്തെ പല ആവശ്യങ്ങൾക്കായി വളർത്തുന്നുണ്ട് എങ്കിലും ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. വളർന്ന് വലുതായ ഒരു ഒട്ടകത്തിൽ നിന്നും 300 മുതൽ 400 കിലോഗ്രാം വരെ രുചികരവും പോഷക സമ്പുഷ്ടവുമായ ഇറച്ചി ലഭിക്കും. ഒട്ടകത്തിൻ്റെ ഇറച്ചി അതീവ രുചികരമാണെങ്കിലും ഒട്ടകത്തിൻ്റെ മുതുകിലായി കാണപ്പെടുന്ന മുഴ പോലുള്ള ഭാഗത്തെ ഇറച്ചിക്കാണ് ധാരാളം ആവശ്യക്കാർ ഉള്ളത്. ഏറ്റവും രുചികരമായ ഇറച്ചി ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഓരോ വർഷവും ഇറച്ചിക്കായി മാത്രം 4 മില്യൺ ഒട്ടകങ്ങളെ എടുക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഒട്ടകത്തെ ഇറച്ചിക്കായി കൊല്ലുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഒട്ടകങ്ങളെ വളർത്തുന്നതിന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ആവശ്യമാണ്. ഇതിനായി നല്ല ആരോഗ്യമുള്ള ആൺ പെൺ ഒട്ടകങ്ങളെ ചെക്ക് ചെയ്ത് അസുഖങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇണ ചേർക്കുന്നു. കൂടുതൽ പെൺ ഒട്ടകങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി ആൺ ഒട്ടകങ്ങളുടെ ബീജം പെൺ ഒട്ടകങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ നിക്ഷേപിച്ച് കൃത്രിമ ബീജസങ്കലനം സാധ്യമാക്കുന്നു. ഇതുവഴി കൂടുതൽ പെൺ ഒട്ടകങ്ങൾക്ക് ജന്മം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഗർഭം ധരിക്കുന്ന ഒട്ടകങ്ങൾ സാധാരണയായി 12 മുതൽ 14 മാസം വരെ ഗർഭാവസ്ഥയിൽ തുടരും. ഇതിനുശേഷം ഇവ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഒട്ടകത്തിൻ്റെ കുഞ്ഞുങ്ങൾ അവയുടെ അമ്മയുടെ പാൽ കുടിച്ച് ആരോഗ്യത്തോടെ വളരുന്നു. 18 മാസങ്ങൾ കഴിയുമ്പോൾ അവയെ അമ്മയുടെ അടുത്തു നിന്നും മാറ്റി സ്വതന്ത്രമായി ജീവിക്കുവാൻ അനുവദിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഏകദേശം 7 വർഷമെത്തുമ്പോഴേക്കും പൂർണ്ണ വളർച്ചയിലെത്തി 400 കിലോഗ്രാം വരെ വരുന്ന വലിയ ഒട്ടകങ്ങളായി വളരുന്നു. ഒട്ടകത്തിന് ഒരു ദിവസം 10 കിലോഗ്രാം ഭക്ഷണം വേണ്ടിവരും. കുഞ്ഞുങ്ങളെ 2 വർഷം പ്രായമാകുമ്പോൾ ആൺ പെൺ ഒട്ടകങ്ങളെ വേർതിരിച്ച് കൂടുകളിലേക്ക് മാറ്റുന്നു. സാധാരണ രീതിയിൽ പെൺ ഒട്ടകങ്ങളെ പാലിനായും ആൺ ഒട്ടകങ്ങളെ ഇറച്ചിക്കായിട്ടാണ് വളർത്തുന്നത്. പൂർണ്ണ വളർച്ചയിലെത്തിയ വലിയ ഒട്ടകങ്ങളെ ഇറച്ചിക്കായി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രത്യേകം വെള്ളം സ്പ്രേ ചെയ്യാവുന്ന ഇതുപോലുള്ള റൂമുകളിലേക്ക് ഒട്ടകങ്ങളെ കയറ്റി നിർത്തിയ ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നു. സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ ഹലാൽ മീറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കുളിപ്പിച്ച് എടുക്കുന്നത്. ഇങ്ങനെ നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരുന്ന ഒട്ടകങ്ങളെ ഇതുപോലുള്ള മിഷനിലേക്ക് ചേർത്ത് വെച്ച ശേഷം കഴുത്ത് ഭാഗത്ത് വെച്ച് ലോക്ക് ചെയ്ത് എടുക്കുന്നു. പിന്നീട് ജീവൻ നഷ്ടപ്പെട്ട ഒട്ടകങ്ങളെ പ്രത്യേക റൂമുകളിൽ എത്തിച്ച് അവിടെ വെച്ച് ഇതിൻ്റെ തൊലി നീക്കം ചെയ്യുന്നു. തൊലിയും മറ്റ് ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്ത ഒട്ടകങ്ങളുടെ മീറ്റ് പ്രത്യേക ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ ഇതുപോലെ ഫാക്ടറിക്കകത്തേക്ക് വരുന്നു. ഇവിടെ വെച്ച് പ്രത്യേക മെഷീനറികൾ ഉപയോഗിച്ച് ഇവയുടെ കാലുകളും കൈകളും വേർപെടുത്തി എടുക്കുന്നു. ഒട്ടകത്തിൻ്റെ മുതുകത്തായിട്ടുള്ള ആ മുഴ മാറ്റി നിർത്തിയാൽ നമ്മുടെ നാട്ടിലെ പോത്തിനെയും കാളയുടെയും എല്ലാം ഇറച്ചി പോലെ തന്നെയാണ്
ഒട്ടകത്തിൻ്റെയും ഇറച്ചി. നോൺ വെജ് ഫുഡ് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അല്ലാത്തവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇറച്ചി വെട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് സാധാരണ രീതിയിൽ ഇറച്ചി ലഭിക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഫാക്ടറികളുടെ ഉള്ളിൽ ഇതുപോലെ ബെൽറ്റ് സംവിധാനങ്ങളുടെയും മിഷനറികളുടെയും ഫലമായിട്ടാണ് മീറ്റ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഈ മീറ്റ് വിവിധ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചും അതുപോലെ തന്നെ പാചകത്തിന് നേരിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചെറിയ പീസുകളായും പിന്നീട് കട്ട്ലേറ്റ് മറ്റ് ആവശ്യങ്ങൾക്കായി അരച്ചും പല പാക്കറ്റുകളിൽ വിപണികളിൽ ലഭിക്കും. നമ്മുടെ നാട്ടിലെ കാളയുടെയും പോത്തിൻ്റെയും ഇറച്ചി പോലെ തന്നെ നല്ല ചുവന്ന നിറത്തിലുള്ള ഇറച്ചിയാണ് ഒട്ടകത്തിൻ്റേതും. ഫാക്ടറിക്കുള്ളിൽ വിവിധ കൺവെയർ ബെൽറ്റുകളിലൂടെയും റോപ്പുകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി അതീവ പരിചയ സമ്പന്നരായ തൊഴിലാളികളുടെ സഹായത്തോടെയും വിവിധ മിഷനറികളുടെ സഹായത്തോടെയുമാണ് എല്ലിൽ നിന്നും വേർപെടുത്തി എടുക്കുന്നത്. വളരെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആണ് വിദേശ രാജ്യങ്ങളിൽ ഈ ഇറച്ചി തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇറച്ചി എല്ലിൽ നിന്നും വേർപെടുത്തിയെടുക്കാൻ വാക്കത്തി ഉപയോഗിച്ച് എത്ര വെട്ടുവെട്ടിയാലാണ് അതൊന്ന് വിട്ടുകിട്ടുക. എന്നാൽ ഇവിടെ വളരെ എളുപ്പത്തിൽ നൂതനമായ മെഷീനറികളും മൂർച്ചയുള്ള കത്തികളും ഉപയോഗിച്ച് ഇവർ വളരെ വേഗത്തിലാണ് ഇത് സാധ്യമാക്കുന്നത്. തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നതിന് എളുപ്പത്തിനായി ഇവർ ജോലി ചെയ്യുന്നതിന് മുമ്പിലൂടെ 2 കൺവെയർ ബെൽറ്റുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലിൽ നിന്നും വേർപെടുത്തിയെടുക്കുന്ന ഇറച്ചി ഒരു ബെൽറ്റിലും പിന്നീട് എല്ല് മറ്റേ ബെൽറ്റിലേക്കും ഇട്ടുകൊടുക്കുന്നു. ഇങ്ങനെ വേർപെടുത്തി ബെൽറ്റിലൂടെ സഞ്ചരിക്കുന്ന ഇറച്ചി മറ്റൊരു സ്ഥലത്ത് ബോക്സിൽ ശേഖരിക്കപ്പെടുന്നു. ബോക്സിൽ ശേഖരിക്കപ്പെടുന്ന മീറ്റ് വീണ്ടും പല തൊഴിലാളികൾ ചെക്ക് ചെയ്ത് അതിൽ നിന്ന് നെയ്യും മറ്റ് വേസ്റ്റുകളും നീക്കം ചെയ്ത് നല്ല ഇറച്ചി മാത്രമാണ് വിപണികളിൽ ലഭ്യമാക്കുന്നത്. ഒട്ടനവധി തൊഴിലാളികൾക്ക് ജോലി ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ് ഈ മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ. ഇങ്ങനെ അതീവ ശ്രദ്ധയോടെ പാക്ക് ചെയ്യുന്ന മീറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു. മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ചൂട് കൂടുതലായതിനാൽ തന്നെ പശുക്കളെ വളർത്തി പാൽ ലഭ്യമാക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായി ആശ്രയിക്കുന്നത് ഒട്ടകങ്ങളുടെ പാലിനെയാണ്. ഇനി നമുക്ക് ആയിരക്കണക്കിന് ഒട്ടകങ്ങളിൽ നിന്നും മെഷീനുകളുടെ സഹായത്തോടെ പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളെ പാൽ കറന്നെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ് ഇവയിൽ നിന്ന് പാൽ എടുക്കുന്നത്. ഇതിനായി ഒട്ടകങ്ങളെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കമ്പിയുടെ കൂടുകളിൽ കയറ്റി ലോക്ക് ചെയ്ത് എടുക്കുന്നു. പിന്നീട് ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിച്ച് പാൽ കറന്നെടുത്ത് വലിയ ഡ്രമ്മുകളിലേക്ക് നിറയ്ക്കുന്നു. അതീവ നൂതന സാങ്കേതിക വിദ്യയിലുള്ള മെഷീനറികളാണ് ഇവയുടെ പാൽ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ പാൽ ഇവിടെ വെച്ച് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ ശുദ്ധീകരിച്ച് പാലായും അതുപോലെ തന്നെ ഐസ്ക്രീമായും നെയ്യായും വിവിധ പ്രോഡക്റ്റുകളിലൂടെ വിപണികളിലേക്ക് എത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.